ഓക്കെ ഓക്കെ, ഞാനത് മെയിൽ ചെയ്യാം കേട്ടോ. മോളെ ഒന്നിങ്ങി വന്നേ. ഓക്കെ, ഞാൻ മെയിൽ ചെയ്യാം. ഓക്കെ, ഐ വിൽ കോൾ ബാക്ക്. അമ്മ ഇപ്പോൾ ഹോർലിക്സ് വേണ്ട. ഈ തള്ളനെ കൊണ്ട് പോയിട്ട് 1 മിനിറ്റ്. എന്നാ? അയ്യോ അതല്ല മോളെ, ഇങ്ങി വാ മോളെ. അമ്മക്ക് വയ്യ, വല്ലാത്ത കാലുവേദനയും കൈവേദനയും. ഇന്നലെ ഒരു പൊടി കണ്ണടച്ചിട്ടില്ല. മോളെ അമ്മേൻ്റെ കൂടെ ഒന്ന് ഹോസ്പിറ്റലിൽ വരുമോ? നമുക്ക് വേഗം പോയിട്ട് വരാം. ആണോ? സോറി അമ്മ, എനിക്കിപ്പോൾ വരാൻ ടൈമില്ല. എനിക്ക് കുറേ പെൻഡിങ് വർക്കൊക്കെ ഉണ്ട്. അത് ഇന്ന് തന്നെ അയച്ചു കൊടുക്കേണ്ടതാ. ഇപ്പം തന്നെ വിളിച്ചുകൊണ്ടിരിക്കാം. സോറി അമ്മ, ചേച്ചിട്ട് കൂട്ടി പോയിക്കോ. ഓക്കെ. ഓ മൂദേവി, ഇവക്ക് എൻ്റെ കൈ കൊണ്ട് തന്നെ ഹോർലിക്സ് കൊടുത്തിട്ടുണ്ട്. ദൈവമേ, എന്തെല്ലാം കൊടുത്തിന്, മുട്ട, പാല്. ഇനി മറ്റോളോട് എന്നാ ഞാൻ പോയിട്ട് പറയണ്ടേ? ഓളെയാണ് ഞാൻ ശ്രദ്ധിക്കലുമില്ല. തൊട്ടേനും പിടിച്ചേനും എല്ലാം കുറ്റം പറയുന്നത്. എനിക്ക് എങ്ങനെ പോയി പറയപ്പോ? സാരോ, രണ്ട് ആവശ്യമല്ലേ, പറയാം. മോളെ, എന്നെ തന്നെയാണോ വിളിക്കുന്നത്? മോളെ മോളേന്ന്, എടി എടീന്ന് വിളിക്കുന്നതല്ലേ? എനിക്ക് മോളേന്ന് വിളിക്കുന്നു. ആ അമ്മേ, മോള് ഭയങ്കര പണിയിലല്ലേ? മോള് ഇവിടെ കുറേ കഷ്ടപ്പെടുന്നുണ്ട്, അമ്മക്ക് അറിയാം കേട്ടാ. മക്കളെല്ലാം പോയ മോളെ? എനിക്ക് എപ്പം പണിയാന്ന് അമ്മ ഇപ്പൊ കാണുന്നേ? അതല്ല, മക്കളെല്ലാം സ്കൂളിൽ പോയിന്ന് ചോദിക്കാം. അമ്മ ഈ വീട്ടിലല്ലേ? അതമ്മ കണ്ടില്ല മോളെ. അമ്മ ഇന്നലെ മുതലേ ഉറങ്ങിയിട്ടില്ല. കൈയും കാലും എല്ലാം ഇവിടെ മുതൽ ഇവിടോളം വേദന. അമ്മക്ക് സഹിക്കാൻ പറ്റുന്നില്ല മോളെ. എല്ലിൻ്റെ ഡോക്ടറെ കാണിച്ചാലോ എന്ന് വിചാരിക്കുന്നു. മോള് വരുമല്ലോ അല്ലേ അമ്മേൻ്റെ കൂടെ ഒന്ന് കാണിക്കേ? ഓ ആ, പിന്നെ എലിൻ്റെ ഡോക്ടറിനെ കാണിക്കണോ? സുഖമില്ലാണ്ടാവുമല്ലേ കാണിക്കാൻ പോണ്ടേ? അല്ലെങ്കിൽ എലിൻ്റെ ഇടയിൽ കുത്തുമ്പോൾ ഇങ്ങനത്തെ അസുഖങ്ങളെല്ലാം വരും കേട്ടോ. പിന്നെ ഉണ്ടല്ലോ അമ്മ, ഞാൻ എന്തായാലും വരുന്നില്ല കേട്ടാ. ഞാൻ വരുന്നില്ല. അമ്മേൻ്റെ ഇളയ മോളുണ്ടല്ലോ, ഓളെ കൂട്ടിയിട്ട് പോട്. ഓളല്ലേ അമ്മക്ക് ഇഷ്ടം. പിന്നെ അന്നൊന്നും ഇഷ്ടമല്ലല്ലോ, പിന്നെ ഞാനിങ്ങനെ വരുക. മാത്രമല്ല, എന്നെ കൂട്ടി പോകുമ്പോൾ അമ്മക്ക് നാണക്കേടാ. ഓള് പിന്നെ പൈസ കയറ്റിയല്ലേ, പൈസ കയറ്റിട്ട് കൂട്ടി പോകുന്നില്ല അമ്മക്കൊരു ഗമ. എന്നെ ഇഷ്ടമല്ലാത്ത മരുമോളല്ലേ. അപ്പോൾ ഇഷ്ടമല്ലാത്ത മരുമോളെങ്ങനെ കാണിക്കാൻ വരണ്ടേ? പിന്നെ ഉണ്ടല്ലോ അമ്മ, ഒരു കാര്യം പറയാന്ന് വെച്ചു. ഇപ്പം തന്നെ അങ്ങ് പറഞ്ഞേക്കാം. ഞങ്ങളെ വീട് മാറും കേട്ടോ. ചെറിയൊരു വാടക വീട് എടുത്തിട്ടുണ്ട്. എന്തായാലും പൈസ എല്ലാം കുറവ് തന്നെയാണ്. കുറച്ച് കാടായാലും ഉണ്ട്, കുഴപ്പമില്ല. സമാധാനമുള്ള വേണ്ടത്. അതില്ലാത്തടത്ത് ഇവിടെ നിന്നിട്ട് കാര്യമില്ലല്ലോ. എനിക്ക് കുട്ടികളുടെ കാര്യം മെയിനാണ്. കുട്ടികളെ നല്ലോണം നോക്കണമല്ലോ. ശരി അമ്മ, അവളോട് പോയി ചോദിച്ചുള്ള സമയത്ത്. ഓ, പറഞ്ഞ പോലെ ഓളോട് ചോദിച്ചിട്ടുണ്ടാവും അല്ലേ? എന്നിട്ടായിരിക്കുമല്ലോ എൻ്റെ അടുത്ത് വന്നിട്ടുണ്ടാവുക. അത് ഞാൻ ഓർമ്മിച്ചിട്ടില്ല കേട്ടാ. അമ്മ വിചാരിച്ചിട്ടുണ്ടാവുമല്ലേ വന്ന് പറയുമ്പോഴത്തേക്ക്, വാ അമ്മേ ഞാൻ കൂട്ടി പോവാന്ന് പറയൂന്ന്. അതിന് ഞാൻ പണ്ടത്തെ സിനിമയിലെ ശ്രീധന സിനിമയിൽ ഉർവശി അല്ലല്ലോ, ചന്ദനമഴയിലെ അമൃതയല്ലല്ലോ, സാധാരണ ഒരു സ്ത്രീ അമ്മേ. എനിക്കും കുറച്ച് ചോരയും മജ്ജയിലുള്ള മനുഷ്യനാണ് ഞാനും കേട്ടാ. ഓരോന്നുണ്ട് ഇറങ്ങിയിട്ട് ഇങ്ങനത്തെ അമ്മായി അമ്മമാർ. പോയിക്കോ, എനിക്ക് അമ്മേനോട് വർത്തമാനം പറയാൻ താല്പര്യമില്ല. വയസ്സാം കാലത്ത് അന്നെ നോക്കാൻ ആരുമില്ല. മറ്റേന് കുറേ പുല്ലും കുറേ ഇതും കാടി വെള്ളവും കൊടുത്തിട്ട് അതിനെ ഇങ്ങനെയാക്കി. അത് ഇങ്ങനെ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇതൊന്നും ഉണ്ടാവുകയും. ഇതാ പറയുന്നത്, രണ്ടിനെയും രണ്ട് കണ്ണുകൊണ്ട് കാണാറ്. എത്ര മരമൊക്കെ ഒരു കണ്ണുകൊണ്ട് കാണണം. അതാണ് എനിക്ക് പറ്റിയ തെറ്റ്. അത് ഇതിന് കൊടുത്തിട്ടുണ്ടെങ്കിൽ എന്നെ ഇപ്പോൾ കൂട്ടി പോലും കാണുണ്ടാവുകയും. എന്തൊരു വിദ്യ ദൈവമേ. ഇനിയിപ്പോൾ ഒരു കാര്യം ചെയ്യാം, അങ്ങോട്ടല്ല പുഷ്പേനെ വിളിക്കാം. അതാ നല്ല. പുഷ്പേ, ആ വന്നേനോ? ഞാൻ വരുമൊന്നുമില്ല. ഞാൻ ഇന്നോട് അന്നേ പറഞ്ഞില്ലേ ഇനി മറ്റോളെയും കൂടി ഒന്ന് ശ്രദ്ധിക്കണോന്ന്. അതൊരു പാവല്ലേനാ. ഇപ്പൊ അതിനെയും കൂടി ഇനി വെറുപ്പിച്ചില്ലേ. മര്യാദക്ക് ഇനി മറ്റേനെ സ്നേഹിക്കുമ്പോ ഇതിനെയും കൂടി സ്നേഹിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ അത് വരൂലേനാ. ഇങ്ങനെ എന്നെ പോലത്തെ അമ്മായിയമ്മ പറഞ്ഞാൽ പഠിക്കണോ? ആരുടെ എല്ലാം കേൾക്കുന്നുണ്ടായിരുന്നു. ആ കുട്ടി പറഞ്ഞാൽ ഒരു തെറ്റുമില്ല. എനിക്ക് എന്നെ കിട്ടണം. താൻ ചെയ്യുന്ന കർമ്മ താൻ